കേരള സ്റ്റോറി എന്ന സിനിമ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 15, 16, 17 വയസ്സുകളുള്ള കുട്ടികളെ കാണിച്ചത്. കരിക്കുലത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബുക്ക്ലെറ്റിന്റെ പ്രധാന പ്രമേയം തന്നെ പ്രണയം എന്നതാണ്. പലതരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചും സ്നേഹബന്ധങ്ങളെക്കുറിച്ചും ടീനേജേഴ്സിനെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രേമബന്ധങ്ങളെക്കുറിച്ചും അതിലെ ചതിക്കുഴികളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ബോധനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ടീനേജേഴ്സിനുണ്ടാകേണ്ട ജാഗ്രതയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് എന്നത് വളരെ വ്യക്തമാണ്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമ ടീനേജേഴ്സ് വിദ്യാർത്ഥികളെ കാണിച്ചത്. കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മാത്രം ചെയ്തതും പഠിപ്പിച്ചതുമായ ഒരു കാര്യമാണിത്. സാധാരണക്കാരായ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇത്തരം സംഘടിതമായ നീക്കം ഇല്ല എന്നും ഒരു ചെറു തീവ്രവാദി സംഘമാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും. ഒരു സിനിമ കാണുന്നത് നമ്മുടെ വായിൽ കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണ്, ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടു തരുന്ന ഒരു ഭക്ഷണം രുചിച്ചു നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു വർഷക്കാലം പ്രദർശനം നടത്തിയ സിനിമ ഇവിടെയുള്ള കുറച്ചുപേർ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് ആർക്കും നിഷേധിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമല്ലല്ലോ. അപ്പൊ ഇപ്പോൾ ഇത് ഉയർത്തെഴുന്നേറ്റത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഇത്തരത്തിലുള്ള ഒരു വിവാദമുണ്ടാക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എലക്ഷൻ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിട്ട് ഞാൻ കാണുകയാണ്. RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം. കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലുണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ലല്ലോ, തീർച്ചയായും കാണിക്കണം. ഇതുപോലുള്ള വികൃതിതരം കാണിക്കുന്ന ആളുകൾ തുറന്നു കാണിക്കണ്ടേ? അതിന് എന്താ തെറ്റുള്ളത്? കാര്യം എന്താ ഒരു ശരിക്കും ആ ഒരു വിഭാഗത്തെ തന്നെ ചീത്തയാക്കുന്ന രീതിയിൽ അതിനകത്ത് വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന വൃത്തികേടാണ് ഈ പറയുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവരെ മൊത്തത്തിൽ ആ സമുദായത്തെ മൊത്തം അങ്ങനെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോയതാരാ? ഞങ്ങളാരും അല്ലല്ലോ. ഇപ്പം ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്നവരോ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരോ ഒന്നുമല്ല അവരിങ്ങനെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ളത്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ആ മൈനോറിറ്റി ആളുകൾ ചെയ്തിട്ടുള്ള കാര്യം തുറന്ന് കേരളത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ഒരു സംശയമില്ല. 100% എന്താ സംശയം? 100% ലൈംഗിക നിലനിൽപ്പുണ്ട്. അതിൻ്റെ കണക്കുകൾ മുഴുവൻ എല്ലാ ബിഷപ്പുമാരുടെ കയ്യിലുണ്ട്. അതുകൂടെ പള്ളികളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ കയറി പള്ളിയിൽ കയറിയിട്ട് ഇത്രയും വൃത്തികേട് കാണിച്ച് എന്ത് നടപടിയെടുത്തു? എല്ലാം വർത്താനം പറഞ്ഞ എല്ലാവരും പോയി. ബേസിക്കലി കാരണം അത് ആ സമുദായത്തിൻ്റെ മുഴുവൻ ആളുകളുടെ താല്പര്യമാണോ? അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എതിരാണ്. മുസ്ലിം സഹോദരന്മാർ എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്, അവരാരും ഒരാളിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ മൈനോറിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ, കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തികേടിന് ആ ഒരു ഒറ്റ സമുദായമാണ് പിന്നെ ബുദ്ധിമുട്ടില്ലാകുന്നത്. ഒരിക്കലും കേരള സ്റ്റോറി കേരളത്തിലെ എല്ലാ മലയാളിയും കാണണം എൻ്റെ അഭിപ്രായം. ഇന്ത്യയിലുള്ളതല്ല, ലോകത്തിലുള്ളവർ മുഴുവൻ കാണണം. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. ഇത് റിയൽ സ്റ്റോറിയാണത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരള സ്റ്റോറി സിനിമ കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്ന നിലപാടെടുക്കാതെ കത്തോലിക്ക സഭ. സിറോ മലബാർ സഭയുടെ ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപതയിലും കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രണയച്ചതിക്കെതിരായ ബോധവൽക്കരണത്തിന് സിനിമയുടെ പ്രമേയം ഉപകരിക്കുമെന്നാണ് സഭയുടെ നിലപാട്. കേരള സ്റ്റോറിക്കെതിരെ കേരളത്തിൽ ഉയർന്നുവന്ന വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെയുള്ള സഭയുടെ നിലപാടിനെതിരെ മുന്നറിയിപ്പ് നൽകി LDFും UDFും. സംഘപരിവാർ അജണ്ടയിൽ വീഴരുതെന്നാണ് മുന്നറിയിപ്പ്. ലവ് ജിഹാദ് ഉണ്ടെന്ന് നേരത്തെയും നിലപാടെടുത്തിരുന്ന സഭയ്ക്ക് കേരള സ്റ്റോറിയെ പിന്തുണയ്ക്കാൻ ഇത് തടസ്സമാകുന്നില്ല. കേരള സ്റ്റോറി കേരളം കാണണോ എന്ന ചർച്ച തുടരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കേരള സ്റ്റോറി കാണാൻ കത്തോലിക്ക സഭയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ കോർഡിനേറ്ററും
തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗവുമായ ഫാദർ ഫിലിപ്പ് കവിയിൽ, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഫാദർ ഫിലിപ്പ് കവിയിൽ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയ്ക്ക് ഇക്കാര്യത്തിൽ മറിച്ചൊരു നിലപാടുണ്ടാകാത്തത്? ഇവിടെ കേരളത്തിൽ കേരള സ്റ്റോറിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നതെല്ലാം സഭയ്ക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കേണ്ട എന്ന് സഭ എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു? സഭയുടെ നിലപാട് വ്യക്തമാണ്. ഈ കേരള സ്റ്റോറി എന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് സഭയുടെ ഒരു ലക്ഷ്യമല്ല. അതേസമയം കേരള സ്റ്റോറി എന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ആ തീം, പ്രതിപാദ്യ വിഷയം, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ഇതൊരു വിവാദത്തിലേക്ക് വരുന്നതിന് കാരണം ഇടുക്കി രൂപതയുടെ വേദപാഠ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് 11-12 ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രണയ കുരുക്കുകളെക്കുറിച്ച്, പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണം എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ നിരൂപണം എഴുതാൻ ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചില പ്രത്യേക കോണുകളിൽ നിന്ന് ഇതൊരു വിവാദമാക്കുവാനുള്ള പരിശ്രമം ഉണ്ടായത്. ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലുള്ള വിവാദമുണ്ടാക്കലിൽ സഭയ്ക്ക് യാതൊരു കയ്യുമില്ല. സഭയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്, ക്ലിയറാണ്. അതായത് സഭാവിശ്വാസികളെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് സഭയുടെ ലക്ഷ്യം തന്നെയാണ്. അതിന് വേണ്ട പരിശീലനം ആധുനിക സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യും, നാളെയും ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ഇടുക്കി രൂപതയെന്നോ തലശ്ശേരി രൂപതയെന്നോ താമരശ്ശേരി രൂപതയെന്നോ വേർതിരിവൊന്നുമില്ല. സഭയ്ക്ക് ഈ നിലപാടുകൾ എക്കാലവുമുള്ളതാണ്. പക്ഷേ അതേസമയം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരള സമൂഹത്തിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന കാര്യത്തിൽ സഭയ്ക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം എല്ലാവരും മോശക്കാരാണ് എന്നൊരു അഭിപ്രായം സൃഷ്ടിക്കുന്നതിനോട് സഭയ്ക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഇവിടെ അതേ കാരണം കൊണ്ട് തന്നെയാണല്ലോ കേരള സ്റ്റോറിക്കെതിരെ എതിർപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ LDFും UDFും ഇതിനെ എതിർക്കുന്നു. സാംസ്കാരിക രംഗത്തു നിന്നുള്ള ഒട്ടേറെ ആളുകൾ കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വരുന്നു. അത് ഫാദർ പറഞ്ഞ ഈ കാര്യത്തിലാണ്. ഇത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നു. ഈ ഒരു മതവിഭാഗത്തെ, മുസ്ലിം മതവിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രതിപാദ്യമാണ് കേരള സ്റ്റോറിക്കുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞത് ഈ കേരള സ്റ്റോറി റിയൽ സ്റ്റോറി എന്ന് പറയുന്നവർ ആലോചിക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ എവിടെയാണ് നടന്നിട്ടുള്ളത് എന്ന ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ്. അപ്പോൾ സഭ ആ ചോദ്യം ശരിയല്ല എന്ന് തിരിച്ചു പറയുകയല്ലേ ചെയ്യുന്നത് ഫാദർ കവിയിൽ? കേരള മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പച്ചയാണോ ചുമലയാണോ കള്ളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിൽ ഇത് പലതവണ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്തും അതുപോലെ ശ്രീ പിണറായി വിജയൻ സാറിൻ്റെ ഭരണകാലത്തും പോലീസ് അധികാരികൾ ഈ വിഷയം അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ സഭാ നടപടികൾക്കിടയിൽ അവതരിപ്പിച്ചിട്ടില്ലേ? അതിലേക്കൊന്ന് കടന്നുപോയാൽ മതി. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പറയുവാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ ഒരു വിഷയമില്ല എന്ന് പറയുന്നത് ഒരു പച്ചക്കള്ളമാണ്. ഈ വിഷയത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനോട് സഭയ്ക്ക് യോജിപ്പില്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഏത് മതവിഭാഗമാണ്, ഇപ്പം ഞാൻ പ്രതിനിധീകരിക്കുന്ന ക്രിസ്ത്യൻ സഭാവിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും തീവ്രവാദപരമായ നിലപാടെടുത്താൽ, ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന നിലപാടെടുത്താൽ അതിനെതിരെ സഭ പ്രതികരിക്കും. അത് തെറ്റാണെന്ന് സഭ തള്ളിപ്പറയും. അതുപോലെ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളും അത്തരം നിലപാടുകൾ, തീവ്രവാദ നിലപാടുകൾ എടുക്കുന്നവരെ തള്ളിപ്പറയണമെന്നാണ്. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും നല്ല ആളുകളാണ്. അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ സഭ ഒരിക്കലും ഒരുപെടുന്നില്ല. പക്ഷേ ഈ ചതിക്കുഴികൾ ഒരുക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് തെളിവുകൾ നമുക്ക് ധാരാളമായിട്ട് ഫിലിപ്പ് കവി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഫാദർ ഉൾപ്പെടെയുള്ളവർ, ഇപ്പോൾ ഫാദർ പ്രതിനിധീകരിക്കുന്നത് തലശ്ശേരി അതിരൂപതയാണ്, പാസ്റ്ററൽ കോർഡിനേറ്ററാണ് താങ്കൾ. കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടുത്തെ മീഡിയ കോർഡിനേറ്ററും പറഞ്ഞത് ഒരേ കാര്യമാണ്. അതായത് പ്രണയച്ചതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം അത് യുവാക്കൾക്കും യുവതികൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പ്രദർശനം സംഘടിപ്പിച്ചത് എന്ന്.
രൂപതയുടെ സൺഡേ സ്കൂളുകളിൽ. പക്ഷെ അത് ഈ പ്രണയച്ചതി എന്ന് നിങ്ങളെല്ലാവരും പറയുമ്പോൾ അത് ഒന്നുകൂടി വിശദമായി ലവ് ജിഹാദ് എന്ന് പറയാൻ നിങ്ങൾ മടിക്കുകയാണോ ചെയ്യുന്നത് ഫാദർ? നമുക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ആ വാക്ക് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മൾ ഉപയോഗിക്കരുത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ കാണാതിരിക്കുകയും ചെയ്യരുത്. ഞാൻ തന്നെ പള്ളികളിൽ പ്രസംഗിച്ചപ്പോൾ ഈ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട്. അതായത് അതിപ്പോൾ ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും മറ്റു മതത്തിലുള്ളവരെ ചതിയിൽപ്പെടുത്തി വിവാഹം കഴിച്ച് ഈ മതത്തിൽ ആളെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു മതത്തിലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സ്വതന്ത്രവും പരിപൂർണവുമായ സ്വാതന്ത്ര്യത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനാരെയും പ്രലോഭനങ്ങൾ വീഴ്ത്തിയോ ചതികളിൽ പെടുത്തിയോ ഒന്നും ചെയ്യരുത്. അത് ആര് ചെയ്താലും തെറ്റാണ്. മുസ്ലിങ്ങളാണേലും ഹിന്ദുക്കളാണേലും ക്രിസ്ത്യാനികളാണേലും. ഈ കേരള സ്റ്റോറി എന്നുള്ള പേരിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളത്തിലുള്ളവരെല്ലാം അങ്ങനെ ചെയ്യുന്നവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, അല്ലെങ്കിൽ സഭയ്ക്ക് അഭിപ്രായമില്ല. പക്ഷേ അതേസമയം കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അനേകം മാതാപിതാക്കൾ കണ്ണീരോടെ ഞങ്ങളുടെയൊക്കെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, അത് തെറ്റായ ഒരു രീതി തന്നെയാണല്ലോ. പിന്നെ ഈ സിനിമ കാണണമെന്നോ കാണണ്ടെന്നോ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആരെങ്കിലും ആ സിനിമ കാണുന്നുണ്ടെങ്കിൽ അവർക്കതിനുള്ള അനുവാദമുണ്ട്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെൻസർ ബോർഡ് ഇത് അംഗീകരിച്ചതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ചാനലായ ദൂരദർശനിൽ ഇത് പ്രദർശിപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ അത് കാണണ്ട എന്ന് നമുക്ക് ബാൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടേതായ അജണ്ടകളുണ്ട് എന്ന് സാമാന്യബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പക്ഷം പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സഭയ്ക്ക് സഭയുടെ വിശ്വാസം സംരക്ഷിക്കണം, വിശ്വാസികളെ സഭയോട് ചേർത്ത് നിർത്തണം. അതിന് ആധുനിക സാങ്കേതിക മാർഗങ്ങളും പരമ്പരാഗത മാർഗങ്ങളും സഭ വേദപാഠ പഠനങ്ങളിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും, ഇനിയും ഉപയോഗിക്കും. ശരി, ഡോക്ടർ ബി ജയരാജ്, ഇതാണ് സഭയുടെ നിലപാട്. ഇവിടെ എവിടെയാണ് സംഘപരിവാറിൻ്റെ ചതിയിൽ സഭ വീണിട്ടുള്ളത്? ഇന്ന് മുഖ്യമന്ത്രി അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണല്ലോ. ഇത് മുസ്ലിം മതവിഭാഗത്തെ മാത്രമല്ല സംഘപരിവാർ ലക്ഷ്യമിടുന്നത്, ക്രൈസ്തവ മതവിഭാഗത്തെയും ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് ആ ചതിയിൽ വീഴരുത് എന്ന് സഭയ്ക്ക് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുവാൻ കാരണം ഇടുക്കി രൂപതയിലും താമരശ്ശേരി രൂപതയിലും കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതാണ്. പക്ഷേ ഇവിടെ ഫാദർ കവീലിൻ്റെ വാക്കുകളിൽ അങ്ങനെ ഒരു എന്താണ് സഭ മുന്നറിയിപ്പ് എടുക്കേണ്ടതുണ്ട് എന്നൊരു സൂചന കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഇതിനകത്ത് ആദ്യമേ ഈ പറയുന്നത് പോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ വിവാദമായ ഒരു സംഭവമാണ്. നേരത്തെ പറഞ്ഞ ഇപ്പൊ പ്രണയച്ചതി എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ലവ് ജിഹാദ് എന്നും നാർക്കോട്ടിക് ജിഹാദ് എന്നും എന്ത് പേരിന്റെ അവസാനം ഒരു ജിഹാദ് ചേർച്ചയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ചില കാര്യങ്ങളും കൂടെ എനിക്ക് വ്യക്തമാക്കാനുണ്ട്. ഒന്ന്, ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഒരു സ്കൂളിലാണ്, സെയിന്റ് അലോഷ്യസ് ഹൈസ്കൂൾ കൊല്ലത്ത്. അതിനുശേഷം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഫാത്തിമ മാത നാഷണൽ കോളേജിൽ നിന്നാണ്, കൊല്ലത്തു നിന്ന് തന്നെ. അപ്പൊ എനിക്ക് വർഷങ്ങളായിട്ട് സഭയുടെ സ്കൂളുകളിൽ പഠിച്ച് പാദ്രിമാരുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ്. ഒരിക്കൽ പോലും എന്നെ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് അല്ലെ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു വിവേചനവും എന്റെ പഠനകാലത്ത് ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കെന്ന് മാത്രമല്ല, എന്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാ കുട്ടികൾക്കും ഒരാൾക്ക് പോലും ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. നമ്മളെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വളരെ കരുണാമയന്മാരായ പാതിരിമാരായിരുന്നു അവര്. നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഗോഡ് ഈസ് ലവ് എന്നാണ്. ഒരിക്കലും ഈ അന്യമത വിദ്വേഷം വാക്കിലോ പ്രവൃത്തിയിലോ രൂപത്തിലോ നടത്തയിലോ ഭാവത്തിലോ ഒന്നിലും അവർ പ്രകടിപ്പിക്കാത്ത ആളുകളായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള, അതായത് അൺടൈംലി ആയിട്ട് ഒരു സാധനം പ്രദർശിപ്പിക്കുക. ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിയിൽ 33,000 അല്ലെങ്കിൽ 38,000 പെൺകുട്ടികളെ എവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ സംവിധായകൻ തന്നെ അതിന്റെ ബാക്കിലേക്ക് പോയി. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുക്കട്ടെ. കേരളത്തിൽ നടന്ന മിശ്ര വിവാഹങ്ങൾ എത്ര, ആ മിശ്ര വിവാഹങ്ങളിൽ എത്ര ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാണല്ലോ. ഈ കണക്കുകളിലൊന്നും ഒരു ഇന്റലിജൻസിന്റെ കണക്കിലും ഇങ്ങനെ ഒരു ആസൂത്രിതമായ കുൽസിത നീക്കം നടക്കുന്നതായിട്ട് എങ്ങും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ അന്യമത വിദ്വേഷം പറഞ്ഞു വരുത്തുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്. പക്ഷേ സഭയ്ക്ക് ആ ഒരു നിലപാടില്ല. ഡോക്ടർ ബി ജയരാജ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും ആദ്യം രംഗത്ത് വരേണ്ട ഒരു കൂട്ടർ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണല്ലോ. പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു നിലപാടില്ല. മുന്നിൽ പ്രവർത്തിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്.
അത് ആര് കാണിച്ചാലും അത് അല്ല, കാണിക്കാൻ കത്തോലിക്ക പാടില്ലാത്തതാണ്. സഭയ്ക്ക് താങ്കൾ പറയുന്ന ഈ നിലപാടില്ല. ഫാദർ കബീൽ ഇവിടെ വ്യക്തമാക്കിയല്ലോ, ആ സിനിമയിലെ പ്രതിപാദ്യം എന്താണോ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് സഭാ നേതൃത്വത്തിലുള്ളത്. സഭാ നേതൃത്വത്തിൽ നിന്ന് ഒരു വിലക്കും ഈ സിനിമ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. അതിന് കാരണം ഞങ്ങൾ അനുഭവസ്ഥരാണ് എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. അനുഭവസ്ഥരാണെങ്കിൽ ഇവിടെ അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് വേണ്ടേ? ചുമ്മാ ഞാൻ അനുഭവസ്ഥരാണ്, എന്റെ വ്യക്തിപരമായ അനുഭവം അല്ലെ എന്റെ ഗ്രാമപ്രദേശത്തെ അനുഭവം കൊണ്ട് എനിക്ക് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്ര ശതമാനം കേസുകൾ കൂടുതലാണെന്ന് പറയാൻ പറ്റുമോ? ഒരു ജില്ലയിൽ നമുക്ക് എല്ലാ പോലീസ് റിപ്പോർട്ട് ഉണ്ടല്ലോ, ഒന്നും അൺറിക്കോർഡഡ് ആയിട്ട് പോകുന്നില്ലല്ലോ. ഇവിടെ കൃത്യമായ പോലീസ് സ്റ്റേഷനുകളും കേസുകൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കുട്ടികളെ കാണാതായാൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വിവാഹങ്ങളിൽ പരാതി ആരെങ്കിലും പരാതിപ്പെട്ടാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമല്ലേ? പിന്നെ ഇല്ലാത്ത ഒരു സാധനം ഊതി പെരുപ്പിച്ച് ചിലപ്പോൾ 1-2 കേസുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ ഉണ്ടായിരിക്കാം. അതിനെ വെച്ചിട്ട് എല്ലാ ആളുകളെയും ഇതുപോലെയാണ് എന്ന് ടാർണിഷ് ചെയ്യുന്നത്, അങ്ങനെ താറടിച്ച് കാണിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല. അത് അന്യമത വിദ്വേഷ പ്രചരണം തന്നെയാണ്. അത് മാത്രമല്ല, ഇത് അഡൾട്ട്സ് ഓൺലി ആയിട്ടുള്ള ഒരു മൂവിയാണ്. എന്തിനാണ് അണ്ടർ 14 അല്ലെങ്കിൽ 15 ഇയേഴ്സ് ഉള്ള കുട്ടികളെ അത് പ്രദർശിപ്പിക്കാൻ പോയത്? വേറെ എത്രയോ സിനിമകളുണ്ട്. അവർക്ക് പ്രണയത്തിന്റെ ചതികളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ വേറെ എത്രയോ സിനിമകളുണ്ട്. വൈ കേരള സ്റ്റോറി? എന്തിനാണ് അത് ചൂസ് ചെയ്തത്? അത് പെട്ടെന്നുള്ള മറുപടി ഫാദർ ഫിലിപ്പ് കബീൽ, അത് ശ്രീ പണിക്കലിലേക്ക് പോകണം. ഫാദർ ഫിലിപ്പ് കബീൽ, അതിന് പെട്ടെന്നുള്ള മറുപടി, എന്തിന് കേരള സ്റ്റോറി സെലക്ട് ചെയ്തു? പ്രണയ ചതിയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേദപാഠം സ്കൂളിലെ സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 10, 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണല്ലോ സിനിമ പ്രദർശിപ്പിച്ചത്. ഫാദർ പെട്ടെന്നുള്ളൊരു മറുപടി. ഈ കേരള സ്റ്റോറിയെ അനുകൂലിച്ചൊരു മറുപടി എഴുതണമെന്നല്ല അവിടെ പറഞ്ഞത്, അതിനെപ്പറ്റിയുള്ളൊരു നിരൂപണം എഴുതണമെന്നാണ് അവിടെ പറഞ്ഞത്. ഒന്ന് പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ കേരള സ്റ്റോറിയെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അതിൻ്റെ അകത്ത് കാര്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കേരള സ്റ്റോറിയെ ഭയപ്പെടുന്നത്. ഇത് ഈ വിവാദം ഉണ്ടാക്കിയത് ആരാണ്? ഞങ്ങളാരും വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ഈ രാഷ്ട്രീയക്കാരാണ് ഇത് ഉണ്ടാക്കിയത്. എന്ത് അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ മുന്നിൽ ഞങ്ങള് ഇറക്കിയ ഒരു പടമല്ലേ കേരള സ്റ്റോറി? സിനിമ സെലക്ട് ചെയ്തത് തെറ്റല്ല. എന്നിട്ട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കത്തോലിക്ക സഭ ഇറക്കിയ ഒരു സിനിമയാണോ? എന്റെ ചോദ്യത്തിന് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. അതിനി എന്ത് ഇത് പറഞ്ഞ കാരസ്കരത്തിന് ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് പുരോഹിതന്മാര് പെരുമാറുന്നത്. പുരോഹിതന്മാര് ഒരിക്കലും ഉത്തരവാദിത്തരഹിതമായിട്ട് പെരുമാറിയിട്ടില്ല. പാതിരിമാരെ കേരളം ബഹുമാനിക്കുന്നത്. ആ ബഹുമാനം കൂടി ഇല്ലാതാക്കുന്ന പ്രവർത്തികളാണ് ഇത്തരത്തിലുള്ള പാതിരിമാർ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. താങ്കൾക്ക് മടിയില്ലായിരിക്കും, അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കാരണം നിങ്ങളുടെ മഞ്ഞ കണ്ണാടിയിലൂടെ നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ കാണുന്നത്. ഈ പറഞ്ഞ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ആരിറക്കിയതാണ്? കത്തോലിക്ക സഭ ഇറക്കിയതാണോ? ഈ സമൂഹത്തിൽ മറ്റുള്ളവർ ഇറക്കിയതാണ്. ഞങ്ങൾ ഒരു കാര്യം പഠിപ്പിക്കാൻ നോക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു ഉദാഹരണം പറയാൻ നോക്കിയപ്പോൾ ഈ സിനിമ കണ്ടു. അതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങളിത് പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് പോയി പ്രദർശിപ്പിക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ കുട്ടികളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സംഭവങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഈ കഥ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ കുട്ടികൾ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റരുത് എന്ന ഉദ്ദേശത്തോടെ ഞങ്ങളുടെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? കത്തോലിക്ക സഭയിലെ കുട്ടികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, കത്തോലിക്ക സഭയിലെ അംഗങ്ങളെ വിശ്വാസം പഠിപ്പിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും അനുവാദമോ പെർമിഷനോ ആവശ്യമില്ലാന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ശരി, ശ്രീജിത്ത് പണിക്കർ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ, കണക്കുകളില്ലാതെയാണ് ഈ സിനിമ. അപ്പോൾ പിന്നെ കത്തോലിക്ക സഭ എന്തിന് ഈ കണക്കുകൾ വിവരിക്കാതെ എക്സാജറേറ്റഡ് ആയ ഒരു സിനിമ പ്രദർശിപ്പിക്കുവാൻ, അതും കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ തയ്യാറെടുത്തു എന്ന ചോദ്യമാണ് ഇവിടെ CPM സഹയാത്രികനായ ഡോക്ടർ ബി ജയരാജ് ഉന്നയിക്കുന്നത്. താങ്കളുടെ മറുപടി അതിന് ഫാദർ ഫിലിപ്പ് കബീൽ എന്തുകൊണ്ടാണെന്ന് സഭയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത് ശ്രീ ജയരാജ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സിനിമയ്ക്ക് സെൻസർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം അതിനൊരു റേറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് UA അല്ലെങ്കിൽ UA അങ്ങനെയുള്ള പല റേറ്റിങ്ങുകൾ കൊടുക്കുന്നത് തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടിയിട്ടാണ്. താങ്കളിപ്പോൾ ഒരു സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന സെൻസർ ബോർഡിൻ്റെ CBFCയുടെ ആ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണും ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടിയിട്ട് മാത്രം എന്നാണ്. എന്ന് വെച്ചാൽ തിയേറ്ററുകളിൽ അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് CBFCയുടെ സെൻസറിങ്ങിൻ്റെ ഭാഗമായിട്ടാണത്. അല്ലാതെയുള്ള മറ്റു പ്രദർശനങ്ങൾക്ക് അത് ബാധകമല്ല എന്നാണ് CBFC പറയുന്നത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പ്രദർശനം എന്ന് പറയുന്നത് CBFCയുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം,
നോക്കൂ, ഇതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നമുക്കിതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയായിട്ട് വേണമെങ്കിൽ കാണാം. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സെൻസർഷിപ്പ് എന്ന് പറയുന്നതിന് പോലും പരിധികൾ ഉണ്ടായിരിക്കണം, കൂടുതൽ സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് ആ രീതിയിലുള്ള സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പലപ്പോഴും അവരുടെ ആശയങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാത്ത രീതിയിലുള്ള സാഹിത്യ സൃഷ്ടികളായിക്കോട്ടെ, അതേപോലെ സിനിമാ സൃഷ്ടികളായിക്കോട്ടെ, ഇതൊക്കെ വരുന്ന സമയത്ത് അവരതിനെ എതിർക്കുന്നത് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതൊരു കലാസൃഷ്ടി എന്ന രീതിയിലത്തേക്ക് മാത്രമായിട്ട് അവർക്ക് കാണാൻ കഴിയുമോ, ഇതൊരു സിനിമ എന്ന രീതിയിലത്തേക്ക് അവർക്ക് കാണാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിനാണ് അങ്ങനെ കാണാൻ കഴിയില്ല, ഇതെന്തോ ഒരു ഡോക്യുമെൻ്ററിയാണ് എന്നും ആ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞിരിക്കുന്ന ഫാക്റ്റുകളൊക്കെ തെറ്റാണ് എന്നും പറയുന്ന രീതിയിലത്തേക്കാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രതികരിച്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 32,000 എന്ന് പറയുന്ന കണക്കിനെ ചൊല്ലി ചോദ്യം വരുന്നത്. ഈ 32,000 എന്ന് പറയുന്ന കണക്കിന് സിനിമയിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. ആ സിനിമയിൽ പറയുന്നത് ഏതാനും ചില പെൺകുട്ടികളുടെ, ഏതാണ്ട് 3-4 പെൺകുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് ഫാക്റ്റാണ് വേണ്ടത് എങ്കിൽ മുഖ്യമന്ത്രി പറയുന്ന ആ ഒരു വിമർശനത്തിനെ നമ്മൾ എടുക്കുക. അദ്ദേഹം പറയുന്നത് ഇത് RSSന്റെ ഒരു അജണ്ടയാണ്. 2, ഇത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നുണപ്രചരണമാണ്. 3-മത് അദ്ദേഹം ചോദിക്കുന്നത് കേരളത്തിൽ എവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മഞ്ജുഷ് അല്ലെങ്കിൽ ശ്രീ ജയരാജ്, ഞാൻ നിങ്ങളെ ഒരല്പം പിന്നിലേക്ക് നടത്തിപ്പിക്കുകയാണ്. വർഷം 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയം. 2016 നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവരുന്നു. ആ സബ്മിഷൻ അവതരിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട്, എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IS-ലേക്ക് മലയാളികൾ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള കുറേയധികം വാർത്തകൾ വരുന്നു. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ഒരു സബ്മിഷൻ ഇവിടെ കൊണ്ടുവരുന്നു. ആ സബ്മിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ റിക്രൂട്ടഡ് ആയിട്ട് കുറേയധികം ആൾക്കാർ കാസർഗോഡ് നിന്നും മറ്റും പോകുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വസ്തുത എന്താണ് എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. അതിനെ പിന്താങ്ങിക്കൊണ്ട് ശ്രീ PT തോമസ്, അറിയാമല്ലോ, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തമ്മനത്തുള്ള ഒരു പെൺകുട്ടിയുടെ കഥ, അതിൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി കുടുംബത്തിൻ്റെതോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കുട്ടി ബോംബെയിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി പ്രവർത്തിക്കുന്നു. പിന്നീട് കുറേയധികം മീറ്റിങ്ങുകളിലും കാര്യങ്ങളിലും പോകുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന സാഹചര്യത്തിനെ പറ്റി പറയുന്നു. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായല്ലോ. BJP-യെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ശ്രീ O. രാജഗോപാൽ, അന്ന് MLA ആണ്, അദ്ദേഹം പറയുന്നു നേമത്തുണ്ടായിരുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന താമസിക്കുന്ന ഒരു വീടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിനെ പറ്റി പറയുന്നു. തീർന്നില്ല, തൃക്കരിപ്പൂരിൽ MLA CPM-ന്റെ ശ്രീ M. രാജഗോപാലൻ, അദ്ദേഹം പറയുന്ന കണക്ക് 3 കുടുംബങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ 13 ആൾക്കാർ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് കോൺഗ്രസ്, BJP, CPM ഈ 3 പാർട്ടികളുടെയും MLA-മാർ 2016 ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്ന ഒരു 3-4 വരി വെർബാറ്റിം, അത് നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള രേഖ ഞാൻ എടുത്തിപ്പോൾ വായിച്ചു തരാം. ഇത് കേട്ട ശേഷം നിങ്ങൾ പറയുക ഇത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥയാണോ അല്ലയോ. സിനിമ റിലീസാവുന്ന 2023 അതിന് 7 വർഷം മുമ്പ് നിയമസഭയിൽ കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥ മുഖ്യമന്ത്രി പറയുകയാണ്. ഇങ്ങനെയാണ്, കേട്ടോളൂ. കേരളത്തിൽ നിന്നും ചില യുവാക്കൾ IS-ൽ ചേരുന്നതിനായി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള IS ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളതായി സംശയിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 17 പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് 4 പേരും ഉൾപ്പെടെ ആകെ 21 പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ബഹുമാന്യനായ MLA രാജഗോപാലൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാതായതിൽ ഒരു യുവതി തിരുവനന്തപുരം സ്വദേശിനിയാണ്. സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയിലെ നായിക കഥാപാത്രം ശാലിനി എന്ന് പറയുന്ന കുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഇവർ ഈസ അഥവാ ബെക്സൻ എന്നയാളുടെ ഭാര്യയാണ്. ആ സിനിമയിലെ ഉള്ള ഈ പെൺകുട്ടി ഈഷ എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയാണ്. ഇവർ മതപരിവർത്തനം ചെയ്തതിന് ശേഷമാണ് വിവാഹിതരായത്. ആ സിനിമയിൽ കാണിക്കുന്നതും അവർ മതപരിവർത്തനം ചെയ്തതിന് ശേഷം വിവാഹിതരാകുന്നു. കാണാതായ എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്ന് പോയവരാണ്. ആ സിനിമയിലും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വീടുകളിൽ നിന്ന് പോകുന്നത്. ഇവർ സിറിയയിലെത്തി, ആ സിനിമയിലും ഇവർ സിറിയയിലെത്തുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സിനിമയിൽ കാണിക്കുന്നതും അവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു കാസർഗോഡാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്നുള്ളത് നമുക്കറിയാം.
അവിടുത്തെ ഒരു നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. കാസർഗോഡ് നിന്ന് കാണാതായവരിൽ 8 പേർ യുവാക്കളും 4 പേർ യുവതികളും 3 പേർ കുട്ടികളുമാണ്. പാലക്കാട് നിന്ന് കാണാതായതിൽ 2 പേർ യുവാക്കളും 2 പേർ യുവതികളുമാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 17 പേരെ കാണാതായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നു. ഇതിനോടൊപ്പം തന്നെ ഇത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാന്യരായ മറ്റംഗങ്ങളും അതീവ ഗൗരവകരമായ വിഷയം തന്നെയാണ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് RSSന്റെ അജണ്ടയാണ്, കേരളത്തിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്, നുണപ്രചരണമാണ്. എവിടെ നടന്നു എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തുടർന്ന് കേൾക്ക്. ഈ പ്രശ്നം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ബഹുമാന്യനായ MLA M രാജഗോപാലനും, ഏത് നമ്മുടെ CPMന്റെ MLA ശ്രീ M രാജഗോപാലനും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള MP ശ്രീ P കരുണാകരനും അടക്കമുള്ളവർ. P കരുണാകരൻ ആരാണ്? CPMന്റെ MP. മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിവേദനത്തിലൂടെയാണ്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു ഇവർ ഇത്തരമൊരു നിവേദനം സമർപ്പിച്ചത്. ഇത് RSS അജണ്ടയാണോ മുഖ്യമന്ത്രി ഈ പറയുന്നത്? മുഖ്യമന്ത്രി ഈ പറഞ്ഞിരിക്കുന്നത് കേരളത്തിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അദ്ദേഹം ഈ പറയുന്നത് നുണപ്രചരണമാണോ? അദ്ദേഹം ഈ പറയുന്നത് വർഗീയതയാണോ ഇവിടെ ഈ പറയുന്നത്? അദ്ദേഹം ഈ പറയുന്നത് എവിടെയാണ് നടന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അത്രയുമാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ പൊതുസമൂഹത്തിന് മുന്നിൽ പിന്നീട് വരികയും ചെയ്തു. ഇതിൽ ബന്ധപ്പെട്ട പല ആളുകളും ഇങ്ങനെ ഈ ലവ് ജിഹാദിന് വിധേയമായി പോയ ആളുകളുടെ ബന്ധുക്കൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നതാണല്ലോ. തിരുവനന്തപുരത്തെ ഉദാഹരണമൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ, താങ്കൾ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ അന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു യഥാർത്ഥ സംഭവം, അതാണ് ഇതിൻ്റെ സ്റ്റോറി ലൈനായി രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നത്. ഡോക്ടർ B ജയരാജ്, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ യഥാർത്ഥ ആളുകൾ, അതായത് റിയൽ സ്റ്റോറി, അത് നമ്മളെല്ലാവരും കണ്ടതാണ്, ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കണ്ടതാണ്. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണ്, അവരുടെ രക്ഷിതാക്കൾ പലരും. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുകയാണ് ഇത് സംഘപരിവാർ അജണ്ടയാണെന്ന്. പക്ഷേ സഭ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 2014 തോന്നുന്നു. 2014 ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ നടന്ന സംഭവം സത്യം തന്നെയാണ്. ഈ തിരുവനന്തപുരത്താണെന്ന സംഭവം എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസാണ്. ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഇസ്ലാം മതത്തിലുള്ള ആ സമയത്ത് ഐസിലോട്ടൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയമായിരുന്നു. ആ സമയം ആ ഒരു ഫേസ് കഴിഞ്ഞു. സിറിയയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് എക്സാഗറേഷൻ ആണ്. പക്ഷെ അതൊന്നും അങ്ങനെയല്ലല്ലോ. കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ല്യൂർ ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ സംഭവങ്ങൾ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുപോയത് ഈ സംഭവം നടന്നിട്ട് അടുത്ത വർഷം ബോംബെയിൽ നിന്ന് പോയ കേസുണ്ട്. ഇതെല്ലാം കൂടെ ക്ലബ് അപ്പ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്റ്റോറി ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് സിനിമയായിട്ടും താങ്കൾ കാണുവാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഹേറ്റഡ് ഉണ്ടാക്കുന്നുവെന്ന് താങ്കൾ പറയുന്നു. അതേ സമയത്ത് തന്നെ ഇത് നടന്ന സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു? കേരളത്തിൽ എത്രയോ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്? കേരളത്തിൽ നിന്ന് പോയ ആളുകളുടെ പാസ്പോർട്ട് പാക് അധിനിവേശ കാശ്മീരിൽ വെച്ച് വെടിവെപ്പ് നടന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളം മുഴുവൻ തീവ്രവാദികളുടെ ഹബ്ബാണോ എന്നൊക്കെ പറയുന്നത് പോലെയുള്ളത്. അല്ലാതെ ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സ്പെസിഫിക് സാധനങ്ങളെ ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ന്യായമാണ്. അതിനു വേണ്ടിയിട്ട് സമൂഹത്തിൽ ഈ ഹേറ്റഡ് പരത്തുക എന്ന് പറയുന്നത്, ഇപ്പം ഇഷ്ടമുള്ള രണ്ടുപേരാണെങ്കിൽ അവർ ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിയമപരമായിട്ട്. അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾ, നമ്മൾ അടിസ്ഥാനപരമായ ഒരു ഗോത്ര സമൂഹമായതുകൊണ്ടാണ് ഇത്തരം ചിന്തകളിലൊക്കെ ഒരു ജാതിയിൽ നിന്ന് വേറെ ജാതിയിൽ കല്യാണം കഴിക്കാൻ പാടില്ല, ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിൽ വിവാഹം കഴിക്കാൻ പാടില്ല, ഒരു കൾച്ചറിൽ നിന്ന് വേറെ കൾച്ചറിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വെക്കുന്നത്, നിയമം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോത്ര സമൂഹത്തിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും നമ്മൾ ഇവിടെ അതായിരുന്നില്ലല്ലോ കേസ്. ഇവിടെ അങ്ങനെ ആ രീതിയിൽ വിവാഹം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് IS റിക്രൂട്ട്മെന്റ് നടന്ന കാര്യം അറിയാവുന്നതാണല്ലോ. അത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അന്ന് സംഭവിച്ച കാര്യമാണ്. അല്ലല്ലോ, കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ നടന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, ലോകമെമ്പാടുമുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നടന്നിട്ടുണ്ട്, UK നിന്ന് നടന്നിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം അവര് മണി പമ്പ് ചെയ്തു. എവിടെയെല്ലാം പൈസ വന്നു അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. അതിന് കേരളത്തിൽ മാത്രമാണ് നടന്നത്. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണോ ഇത്തരം സംഭവം IS റിക്രൂട്ട്മെന്റ് നടന്നത്? ഉത്തർപ്രദേശിൽ എത്ര കേസസ് ഉണ്ട്?
മധ്യപ്രദേശിൽ എത്ര കേസസ് ഉണ്ട്, രാജസ്ഥാനിൽ എത്ര കേസസ് ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം കേസസ് നടന്നിട്ടുണ്ട്. IS പോയത് കേരളത്തിൽ നിന്നുള്ളവർ മാത്രമാണ്, ഇത് കേരള സ്റ്റോറിയാണ് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും, ബോംബെ തന്നെ ഇഷ്ടം പോലെ കേസുകളുണ്ട്. മഹാരാഷ്ട്രയിൽ അല്ല, നോക്കൂ, ഒരു സെക്കൻഡ്. അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമുള്ള സ്റ്റോറിയാണോ? അല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്. അതിനെ നമ്മുടെ നാട്ടിലുള്ള ഭരണ നേതാക്കൾ ശ്രീ VS അച്യുതാനന്ദൻ തുടങ്ങി ഇങ്ങോട്ട് പല നേതാക്കന്മാരും, ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം അതിനെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതൊരു ആഗോള പ്രതിഭാസമാണ്, ഒരു പ്രവണതയാണ് എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ IS-ന്റെ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ദീർഘകാലം പോലീസ് മേധാവിയായിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നത് എന്താണ് എന്ന് ശ്രീ ജയരാജന് ഓർമ്മയുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ആഗോളമായിട്ട് താങ്കൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ തന്നെ എന്തെങ്കിലും ഒരു വാർത്ത വരുന്ന സമയത്ത് വിദേശ മാധ്യമങ്ങളെ അടക്കം കൂട്ടുപിടിച്ച് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പറയാറുണ്ട്. ഇത് ഗാർഡിയൻ 2016 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ തലക്കെട്ടൊന്ന് വായിക്കാം. ഹൗ ISIS റിക്രൂട്ടേഴ്സ് ഫൗണ്ട് ഫെർട്ടൈൽ ഗ്രൗണ്ട് ഇൻ കേരള, ഇന്ത്യസ് ടൂറിസ്റ്റ് ജെം. ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള കേരളത്തിൽ എങ്ങനെയാണ് ഒരു വിളഭൂമി, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വിളഭൂമി IS റിക്രൂട്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഗാർഡിയൻ്റെ മിഡിൽ ഈസ്റ്റ് ലേഖകനായിട്ടുള്ള മൈക്കൽ സഫി എഴുതിയിരിക്കുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. However, it is not India's harsh, dry north nor Kashmir, the site of a burning Islamic insurgency, where ISIS has found most appeal. The group's unlikely recruiting ground is Kerala, one of India's wealthiest, most diverse and best educated states. ഇത് പറഞ്ഞിരിക്കുന്ന ഗാർഡിയനാണ്. ഗാർഡിയൻ്റെ, അതായത് ഇവിടെ നിന്ന് ആൾക്കാർ ലേഖനം എഴുതി കൊടുത്തിട്ട് ഗാർഡിയനിൽ പ്രസിദ്ധീകരിക്കുന്നതല്ല. ഗാർഡിയൻ്റെ ഇൻഹൗസ് ആയിട്ടുള്ള ലേഖകൻ, മിഡിൽ ഈസ്റ്റേൺ ലേഖകൻ പറഞ്ഞിരിക്കുകയാണ്. ഇതും 7 കൊല്ലം മുമ്പാണ്. ഇത്രയും വലിയ വാർത്ത വന്നിരുന്ന സമയത്താണ് ഇത് ഇവിടെ ഒരു ചർച്ചയാകുന്നതും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭയിൽ സബ്മിഷനായിട്ട് വരുന്നതും. അന്ന് കോൺഗ്രസ്സുകാർക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. BJPക്ക് ഇന്നത്തെ നിലപാട് അന്നുമുണ്ട്, CPMൻ്റെ ആളിനും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ മറുപടി പറയുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരാണ് ഈ വളരെ പ്രധാനപ്പെട്ട വിഷയം ആദ്യമായിട്ട് ഉന്നയിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ കേരള സ്റ്റോറി എന്ന സിനിമ എന്താണോ അതിൻ്റെ ഇതിവൃത്തം, അതിനെ അപ്പടി അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ട് ഇതിങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ മൂഢസ്വർഗത്തിലാണോ കഴിയുന്നത്? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? അപ്പോൾ ഈ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളതാണ് എന്നും ഇവിടെ തന്നെ എത്രയോ ആൾക്കാരുടെ പേര് നമുക്കറിയാം. നിമിഷ ഫാത്തിമയുടെ പേര് നമുക്കറിയാം, സോണിയ സെബാസ്റ്റ്യൻ്റെ പേര് നമുക്കറിയാം, അങ്ങനെ എത്രയോ ആൾക്കാരുടെ പേര്. അപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ ശ്രീ ജയരാജ് താങ്കൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനം ആ റിയൽ ആൾക്കാരും അവരുടെ ബന്ധുക്കളെയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് ഇത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്നതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പം എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ മെറിൻ ജോസഫ്, എന്തോ ഒരു റഫീല, ഇങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഇതിൽ പല ആൾക്കാരുടെയും ബന്ധുക്കളൊക്കെ തന്നെ ഈ സിനിമയുടെ അവസാനം വന്നതിന് ശേഷം എൻഡ് ക്രെഡിറ്റ്സ് പോകുന്ന ഭാഗത്ത് ഇവരൊക്കെ തന്നെ ഈ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വൈഡ്ലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ഇവർക്ക് ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തന്നെയുള്ള ഈ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ തന്നെ പറയുന്നുണ്ട് അവിടെ നിന്നൊരു മെസ്സേജ് കിട്ടിയിരിക്കുന്നത് ഏത് രീതിയിലാണ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നമ്മുടെ സർക്കാർ എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിദേശത്ത് അവിടെ പെട്ടുകിടക്കുന്ന ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്ന ഭാഷ്യമൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 32,000 ആയാലും 1,00,000 ആയാലും 3 ആയാലും ഈ കാണിച്ചിരിക്കുന്ന സ്റ്റോറി കറക്റ്റാണോ അല്ലയോ എന്നുള്ളതാണ്. നിങ്ങളതിനെ പ്യൂർലി ഡോക്യുമെന്ററി ആയിട്ടാണ് സമീപിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ഫിക്ഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ, ഫിക്ഷൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഫിക്ഷനായിട്ട് കാണാം. കാരണം ഏതൊരു കഥയും ആയിക്കോട്ടെ. ഇപ്പൊ ആട് ജീവിതം എന്ന് പറയുന്ന നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ, അല്ല നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ, സിനിമയാണ്. ഇതുപോലെ സംഘപരിവാറിന്റെ ഫണ്ടിങ്ങോട് കൂടി ഇറങ്ങിയ ഒരുപാട് സിനിമകളുണ്ട്. ആയിക്കോട്ടെ. അങ്ങനെ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ നടന്നോട്ടെ. നമ്മൾ ഉദാത്ത സിനിമയായിട്ട് നമുക്ക് ലാൽ സലാമും രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നൊക്കെ പറയുന്ന സിനിമകൾ മാത്രമാണ് ഉദാത്തമായിട്ടുള്ള കലർപ്പില്ലാത്ത സിനിമ. അല്ല, ഞാൻ പറയുകയാണ് അത്തരം സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യല്ലേ ശ്രീത്തെ? എന്താ ലാൽ സലാം പ്രൊപ്പഗണ്ട അല്ലേ? ചെറിയ കൽപ്പവാടിയുടെ അച്ഛന്റെ കഥയെ എടുത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ നിമിഷ ഫാത്തിമയുടെ കഥ പ്രൊപ്പഗണ്ട ഫിലിമാവുന്നത് എങ്ങനെയാ?
നിമിഷ അത് ഫാത്തിമയുടെ കഥ ഫണ്ട് എങ്ങനെയാണ് ചെയ്തുകൊണ്ട് പ്രൊപ്പഗണ്ട സിനിമ? സംഘപരിവാർ അതിന് ഫണ്ട് ചെയ്തുകൊണ്ടാണ് അത് പ്രൊപ്പഗണ്ട മൂവി പിന്നെ ആവുന്നത്. സംഘപരിവാർ ഫണ്ട് ഫണ്ട് ചെയ്തുകൊണ്ടാണ് സംഘപരിവാർ ഫണ്ട് ഒരു വാദം പറയുന്ന സമയത്ത് അല്പമെങ്കിലും ആ വാദത്തിൽ ഒരു മെറിറ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സിനിമകളെല്ലാം പ്രൊപ്പഗണ്ട സിനിമ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകളെല്ലാം തന്നെ റിയൽ ലൈഫ് സിനിമ. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു കോളേജിലുള്ള KSUവിന്റെ കഥയെ SFIയുടെ കഥയാക്കി വന്നിരിക്കുന്ന സിനിമയൊക്കെ ഉണ്ട്. പ്രൊപ്പഗണ്ട സിനിമ എന്ന് പറയുമോ? ഒരു മെക്സിക്കൻ അപാരത എന്ന രീതിയിലുള്ള സിനിമകളൊക്കെ ഉണ്ട്. ശ്രീ ജയരാജ് എന്ത് പറയും? അത് പ്രൊപ്പഗണ്ടയല്ല, അതാണ് യഥാർത്ഥ കഥ എന്ന രീതിയിൽ ഫാദർ ഫിലിപ്പ് കബീലിലേക്ക് പോവുകയാണ്. ഫാദർ ഫിലിപ്പ് കബീൽ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ ഈ കമന്റ്സിന്റെ രൂപത്തിൽ പോലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സമയത്ത് തന്നെ സംപ്രേഷണം ചെയ്തത്. അത് അവർക്ക് കൈരളി ടിവിയിൽ വലിയേട്ടൻ പോലെ ദൂരദർശൻ കാണിക്കണം. എന്താണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണുന്ന സമയത്ത് കൈരളിയിൽ വലിയേട്ടൻ കാണിക്കുന്നത് പോലെ ദൂരദർശൻ കാണിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ഫാദർ ഫിലിപ്പ് കബീൽ, ഈ സമയത്തിന്റെ കാര്യവുമുണ്ട് കേട്ടോ, അത് ഈ കമന്റ്സിലും വരുന്നുണ്ട്. ഇപ്പോഴാണോ കത്തോലിക്ക സഭയ്ക്ക് ഈ സിനിമ കാണിക്കാൻ തോന്നിയത് എന്നുള്ളൊരു ചോദ്യം. പിന്നെയുള്ളത്, കേരള സ്റ്റോറി പോലെ തന്നെ മണിപ്പൂർ സ്റ്റോറിയും കത്തോലിക്ക സഭയ്ക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അത് മറന്നുകൊണ്ടാണോ? മണിപ്പൂർ സ്റ്റോറി എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ മണിപ്പൂരിലെ കഥകളും സംഭവങ്ങളും അത് കത്തോലിക്ക സഭയ്ക്ക് ഓർമ്മയുള്ളതാണല്ലോ. അത് മറന്നുകൊണ്ടാണോ ഈ കേരള സ്റ്റോറി കാണുന്നത് എന്ന് ഈ രണ്ട് ചോദ്യങ്ങളുമുണ്ട്. അതിനെപ്പറ്റി ഉള്ള ഉത്തരം പറയാം. കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ മറവിയൊന്നുമില്ല. കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായി ഞങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുകയും അതനുസരിച്ച് വിശ്വാസത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ശക്തമായ സംവിധാനം കത്തോലിക്ക സഭയ്ക്കുണ്ട്. അതുകൊണ്ട് മറവിയൊന്നും ഞങ്ങൾക്കില്ല. മണിപ്പൂരിൽ ഞങ്ങൾ മറന്നിട്ടില്ല, ഈ കാര്യങ്ങളും മറന്നിട്ടില്ല. ഇനി ഇപ്പോഴാണ് ഇത് ഓർത്തത് എന്ന ചോദ്യത്തിലുള്ള ഉത്തരം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനങ്ങളുണ്ട് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ. ഈ സമയത്ത് ഞങ്ങൾ വിശ്വാസോത്സവം എന്ന് പറയുന്ന 2-3 ദിവസത്തെ, ചിലയിടത്ത് ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളുണ്ട്. മതബോധന ക്ലാസ്സുകളാണത്. ഈ ക്ലാസ്സുകൾ വർഷത്തിൻ്റെ അവസാനമാണ് നടത്തുന്നത്. ആ ക്ലാസ്സുകൾ നടത്തുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ, വിശ്വാസത്തെ സംബന്ധിച്ച വിഷയങ്ങൾ, വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ച വിഷയങ്ങൾ, അത് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതിൽ ഒരു വിഷയമായിരുന്നു ഈ പ്രണയ ചതി അല്ലെങ്കിൽ പ്രണയ കുരുക്കിൽപ്പെടുത്തി ആളുകളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന പ്രവണതയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നുള്ളത്. വിശ്വാസത്തിൽ സത്യം, നീതി, ഉപവി ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷാത്മകമായി. ആ കൂട്ടത്തിൽ അതിൻ്റെ അനന്തരഫലമായത് ജീവിത രീതികളിൽ നമ്മൾ നേടിയെടുക്കേണ്ട നിലപാടുകളെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു വർഷത്തിൻ്റെ അവസാനമാണ് നടക്കുന്നത്. ഇപ്പോഴാണ് ഈ വിശ്വാസോത്സവത്തിൻ്റെ സമയം. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത, ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യമാണ്, അതിന് താങ്കൾ ഉത്തരവും പറഞ്ഞതാണ്, ഈ ലവ് ജിഹാദ് എന്നുള്ള കാര്യം ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ച്. ഇപ്പോൾ ഈ സിനിമ ഈ പ്രണയചതിയെക്കുറിച്ച് ബോധിപ്പിക്കുന്നതിനാണ്, ബോധവൽക്കരണം നടത്തുന്നതിനാണെന്ന് പറയുമ്പോൾ ഒരു കൈപ്പുസ്തകവും കൂടി ഒപ്പം കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഇടുക്കി രൂപതയുടെ അങ്ങനെ കണ്ടിരുന്നു. അതിൽ ലവ് ജിഹാദ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ലവ് ജിഹാദ് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ അങ്ങനെ തന്നെയല്ലേ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ ലവ് ജിഹാദിനെ കുറിച്ച് തന്നെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് രൂപതകൾ നടത്തുന്നത്, ശരിയല്ലേ? യെസ്, അത് ആരെയാണ് ബോധവൽക്കരിക്കുന്നതെന്നും കൂടി ചിന്തിക്കണം. ആരെയാണ് ബോധവൽക്കരിക്കുന്നത്? ഞങ്ങളൊരു മുസ്ലിം സമൂഹത്തെ അല്ല ബോധവൽക്കരിക്കുന്നത്, ഞങ്ങളൊരു ഹിന്ദു സമൂഹത്തെ അല്ല ബോധവൽക്കരിക്കുന്നത്, ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഞങ്ങളുടെ കുട്ടികളെയാണ് ബോധവൽക്കരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യമാണത്. അത് ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തെ നിങ്ങൾ എന്തിനാണ് പൊതുവായിട്ടെടുത്ത് ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ ഈ രാജ്യത്തിനെതിരായിട്ടല്ല പഠിപ്പിക്കുന്നത്, മുസ്ലിം സഹോദരങ്ങൾക്കെതിരായിട്ടല്ല പഠിപ്പിക്കുന്നത്. ആ വിഭാഗത്തിലുള്ള വളരെ ചെറിയ ഭീകരവാദപരമായ നിലപാടുകളുള്ള വ്യക്തികൾക്കെതിരായിട്ടാണ് പറയുന്നത്. അത് മുസ്ലിം സമുദായത്തിനെതിരല്ല. ഇപ്പം ഞാൻ പറയട്ടെ, തിരിച്ചു പറയാം, ക്രൈസ്തവ സമുദായത്തിൽ വളരെ മോശമായ നിലപാട് ആരെങ്കിലും എടുത്താൽ അത് ഞങ്ങൾ തള്ളിപ്പറയും, അത് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ സിനിമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ ന്യൂസ് 18 ചാനലിൽ തന്നെ 2021 ജൂൺ 12 ഒരു വാർത്ത വായിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നേരത്തെ നമ്മുടെ ശ്രീജിത്ത് പണിക്കൽ സാറ് പറഞ്ഞതുപോലെ ചില ആളുകളുടെ പേര്, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല തുടങ്ങിയ ആളുകളുടെ ഭർത്താക്കന്മാരോടൊപ്പം അവർ അഫ്ഗാനിസ്ഥാനിൽ ISI പ്രവർത്തനങ്ങൾക്ക് പോയതിനെക്കുറിച്ചുള്ള കൃത്യമായ വാർത്ത നമ്മുടെ ഇപ്പോൾ ചാനൽ ചർച്ച ചെയ്യുന്ന ഈ ന്യൂസ് 18 തന്നെ ചർച്ച ചെയ്തതാണ്. നിങ്ങൾക്ക് പിന്നിലേക്ക് പോയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിനിമ അവിടെ മാറിയിരിക്കട്ടെ,
ഇത് ഈ നാട്ടിൽ നടക്കുന്ന സംഭവം അല്ലെങ്കിൽ ഒരു പ്രശസ്തമായ ന്യൂസ് 18 പോലെയുള്ള വിശ്വാസ്യതയുള്ള ഒരു ചാനൽ ഈ വാർത്ത കൊടുക്കുമോ? എന്താണ് അതിനെപ്പറ്റി നമ്മുടെ ഉറപ്പായിട്ടും ഈ നാട്ടിൽ നടന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ തന്നെ ആ നിലപാട് സ്വീകരിച്ചത്. നാട്ടിൽ നടന്ന സംഭവം തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇവിടെ നടക്കാത്ത സംഭവമാണല്ലോ പ്രതിപാദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് സംഘപരിവാർ അജണ്ടയാണെന്ന് പറയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം ഞാൻ ഡോക്ടർ ബി ജയരാജനോട് ചോദിച്ചത്. ഇത് നടന്ന സംഭവമാണ്. ശ്രീ പണിക്കർ അതിന്റെ യഥാർത്ഥ കാലക്രമം തന്നെ പറയുകയുണ്ടായി. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ സിനിമ കണ്ടത് തിയേറ്ററിൽ. OTT റിലീസ് വന്നപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കണ്ടത്. ഇത് ദൂരദർശനിൽ ഇത് ഇലക്ഷൻ ടൈമിന് ഇത് വിവാദമാക്കിയത് കൊണ്ട് ഇന്ന് എല്ലാവരും അത് കാണാനും തുടങ്ങി. അങ്ങനെ ഒരു ഉപകാരം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അവരുണ്ടാക്കിയ കെണിയിൽ കൃത്യമായിട്ട് ചെന്ന് വീണു കൊടുത്തു. സംഘപരിവാർ ഉണ്ടാക്കി. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയിലിരിക്കുന്നത്. ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയത് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ബി ജയരാജ് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയതുപോലെ സഭാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിവൈഎഫ്ഐ തയ്യാറാകുമോ? ചവിട്ടിക്കൊണ്ടാണ് താങ്കൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള കാര്യം. ഒരു പാതിരി എന്നുള്ള നിലയിൽ മണിപ്പൂരിലെ 288 പള്ളികൾ തകർന്നു വീണ പള്ളികളുടെ പുറത്തുനിന്നാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം. കാണിക്കണം. താങ്കൾ വൺ സൈഡഡ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ കാര്യഗൗരവമായിട്ട് കൃത്യമായിട്ട് ലോജിക്കലായിട്ട് സംസാരിക്കും. നിങ്ങൾ ആളുകളെ എങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. നിങ്ങൾ കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം നിങ്ങൾ തള്ളി പറയുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ ഈ കക്കുകളി നാടകം ഇവിടെ അവതരിപ്പിച്ചു. കത്തോലിക്ക സഭയെയും കത്തോലിക്ക സമുദായത്തെയും അധിക്ഷേപിക്കുവാൻ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ ആ കക്കുകളി നാടകം? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഏത് നാടകമാണ്? കക്കുകളി നാടകം. നിങ്ങൾ സ്പോൺസർ ചെയ്ത് ഈ നാട്ടില് കത്തോലിക്ക സഭയെയും കത്തോലിക്ക സന്യസ്തരെയും അധിക്ഷേപിക്കാൻ വേണ്ടി ബോധപൂർവ്വം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയല്ലായിരുന്നു. എന്താ നിങ്ങൾക്ക് ഒരുപാട് നാടകങ്ങൾ വന്നിട്ടുണ്ട്. ഭഗവാൻ കാലുമാറുന്നു, അത്തരത്തിലൊരു നാടകമാണ്. ശരി, ഡോക്ടർ ബി ജയരാജ് അല്ല താങ്കൾ പറഞ്ഞു ഒന്നോ രണ്ടോ സംഭവങ്ങൾ എടുത്തുകൊണ്ട് ഡോക്ടർ ബി ജയരാജ് താങ്കൾ പറഞ്ഞു ഒന്നോ രണ്ടോ സംഭവങ്ങൾ എടുത്തുകൊണ്ട് ഇതിനെ മുസ്ലിം മതവിഭാഗത്തിനെതിരെ ജനറലൈസ് ചെയ്യരുത് എന്ന്. ഇവിടെ ജനറലൈസ് ചെയ്യുന്നില്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ കോർഡിനേറ്റർ കൂടിയായ ഫാദർ ഫിലിപ്പ് കബീൽ പറയുന്നത്. ഇവിടെ ഈ സംഭവങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചത് മുസ്ലിം മതവിഭാഗത്തിനെതിരെ മുഴുവനായിട്ടല്ല, അവിടുത്തെ ചില പുഴുക്കുത്തുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അവരിൽ നിന്ന് ദൂരം പാലിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ സാമാന്യവൽക്കരിച്ചിട്ടില്ല, കത്തോലിക്ക സഭയും സാമാന്യവൽക്കരിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഈ ഡോക്ടർ ബി ജയരാജ് സാറിന്റെ വാക്കുകളിൽ നിന്ന് എനിക്കൊരു സംശയം തോന്നുകയാണ്. അതായത് അതും കേരള സമൂഹം ചർച്ച ചെയ്യട്ടെ. ഈ ധ്രുവീകരണം, വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ ആർക്കാണ് ഇതുകൊണ്ട് ആത്യന്തികമായ ഗുണമുണ്ടാകുന്നതെന്ന് കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മനസ്സിലാകും ഇതിന്റെ പിന്നിലുള്ള കള്ളക്കളി. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നെന്ന് നിയമസഭയിൽ കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞ ആളുകൾ ഇന്നത് പച്ചക്കള്ളമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ആർക്കെതിരെയാണ് ഇവർ വാൾ നീട്ടിവെക്കുന്നതെന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഫാദർ ഫിലിപ്പ് കബീൽ? താങ്കൾ പറഞ്ഞോളൂ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ട് വന്നപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും കൃത്യമായിട്ട് എത്ര പേരാണ് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി. അത് ആ സമയത്ത് കേരളത്തിൽ മാത്രം നടന്ന ഒരു സംഭവമല്ല. ഇന്ത്യയിലെ എല്ലാ കേരളം മാത്രം തീവ്രവാദികളുടെ ഹബ്ബ് എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. അങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് പ്രത്യേക ഒരു വിഭാഗമുണ്ട്, ക്രിസംഖികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം. കണ്ടുവരുന്നത് എവിടുന്നാണെന്നും എനിക്കറിയാം. കൃത്യമായിട്ട് അറിയാം. അത്തരം ആളുകളാണ് ഇത്തരം സിനിമകൾ, ഇത്തരം പ്രൊപ്പഗണ്ട മൂവികൾ പ്രദർശിപ്പിക്കുന്നതിന് പിന്നില്ല. നിങ്ങൾ വെറുതെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏതൊക്കെ സഭകൾക്ക് ആരൊക്കെ ഫണ്ട് ചെയ്യുന്നു കൃത്യമായി ഇവിടെ വെളിപ്പെടുത്തൂ. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. അറിയാവുന്ന കാര്യം പൊതുവായിട്ട് പറയുമ്പോൾ അതിന് തെളിവുകളോടെ വേണം പറയാം. ആ ക്രിസംഖികളുടെ പ്രൊപ്പഗണ്ടയാണ്. കാസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഘടനകളുണ്ട്. അത്തരം സംഘടനകളാണ് ഇത്തരം സാധനങ്ങളെ BJP ആയിട്ട് ചേർന്നൊന്ന് പോയാലോ അല്ലെങ്കിൽ റബ്ബറിന് വില കൂട്ടിയാൽ ഞങ്ങൾ ആർക്കും മറിച്ച് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞതുപോലെ പാംപ്ലാനി പിതാവ് പറഞ്ഞ പോലെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. എന്നിട്ട് എവിടെ റബ്ബറിന് വില കൂടിയത്? റബ്ബർ കൂടിയില്ല. എന്ത് സംഖ്യ എന്നായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്? ഫാദറിനെയാണോ നിങ്ങള് ക്രീമാക്രി എന്നായിരിക്കോ പറയുന്നത്? എന്താണ്? അല്ല, അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അപ്പോൾ മാർക്സിസ്റ്റുകാരെ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ എന്നെ അക്രി മാക്രി എന്ന് വിളിക്കുമോ?
അത് നിങ്ങൾ മാക്രി എന്നോ ഞാൻ നിങ്ങളെ പോക്കറി എന്ന് വിളിക്കട്ടെ, അപ്പൊ ശരിയാവുമോ? നിങ്ങളിങ്ങനെ കാര്യമില്ലാത്ത സംസാരത്തിലല്ല ഇടപെടുന്നത്. നമ്മൾ കൃത്യമായിട്ട് വളരെ കാര്യഗൗരവമായിട്ട് ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ അതിന്റെ മാന്യതയും അതിന്റെ സ്റ്റാൻഡേർഡും പുലർത്തണം. ആ ശ്രീജിത്ത് പണിക്കർ സാർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കൃത്യമായ വിവരങ്ങളാണ് അദ്ദേഹം നടക്കുന്ന വേട്ട, ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന വേട്ട ഇവിടുത്തെ സാധാരണക്കാരനായ ക്രിസ്ത്യൻസിന് അറിയാം. അതിനെ ഒന്നും ഇത്തരം സിനിമകളൊന്നും കാണിച്ച് കണ്ണിലൊന്നും പൊടിയിടാനൊന്നും പറ്റില്ല. ഇവിടുത്തെ സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ തലയിൽ ആളുതാമസമുണ്ട്. നിങ്ങളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ബുദ്ധിബോധമുള്ളവരാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതിനകത്ത് ജാമ്യം പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ആർജവത്വം ഞങ്ങൾക്കുണ്ട്. അറിയാമോ? പഴയ എം എ ബേബിയുടെ പ്രയോഗമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ. രൂപത അതിരൂപത അല്ലെ? താങ്കൾക്ക് അതിൽ കൂടുതൽ അറിയാം. താങ്കൾക്ക് രൂപത എന്താണെന്ന് അറിയാമോ? താങ്കൾക്ക് അതിരൂപത എന്താണെന്ന് അറിയാമോ? താങ്കൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു സ്കൂളിൽ പഠിച്ച ആളാണെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഈ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇതേവരെ മനസ്സിലാക്കിയില്ല. ഞാൻ പഠിച്ച സ്കൂൾ ഐറിഷ് ക്രിസ്ത്യൻ സ്കൂളാണ്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാതെ വിഷയങ്ങളിലേക്ക് വരാൻ വിഷയത്തിലേക്ക് വരൂ. ഡോക്ടർ ബി ജയരാജ് ഒറ്റ കാര്യം കൂടി. ഡോക്ടർ ബി ജയരാജന് ഒറ്റ കാര്യം കൂടി. ഡിവൈഎഫ്ഐക്കാർ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയല്ലോ. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സഭാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ഡിവൈഎഫ്ഐ മടിക്കുന്നു? നിങ്ങൾക്ക് എതിർപ്പുള്ള കാര്യമാണല്ലോ ഇപ്പോൾ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതത്തിനും അവരവരുടെ കാര്യങ്ങൾ ആശയപ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്. അവർ ചെയ്തത് തെറ്റായി പോയി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ അവരെന്ത് പഠിപ്പിക്കണം, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് കയറി അവരുടെ അജണ്ട നിശ്ചയിക്കലല്ലോ നമ്മുടെ ജോലി. നമ്മൾ പറയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കാവുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കും. ഇതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തള്ളിക്കളയും, അത്രേ ഉള്ളൂ. അവർ മനസ്സിലാക്കട്ടെ, അവർ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കും. അല്ലാതെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഇത്തരം ആളുകളെ? തല്ലരുത് അമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്നവർ എന്ത് ചെയ്യാനാണ്? നമ്മൾ അവരെ അവരുടെ വഴിക്ക് വിടും. അല്ലാതെ അവിടെ കയറി നമ്മൾ ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ബാലിശമായിട്ടുള്ള. പക്ഷെ ഒരു കാര്യം ഫാദർ ഫിലിപ്പ് കബീർ, ഇതിനെ ഈ കത്തോലിക്ക സഭയുടെ മിക്ക രൂപതകളും ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ പക്ഷേ സിനിമ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റ് സഭകൾ എന്തുകൊണ്ട് ഇതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല? ഇക്കാര്യത്തിൽ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നു. അതിൽ നിന്ന് ഭിന്നമാണല്ലോ മറ്റുള്ളവരുടെ നിലപാട്. അധികം സപ്പോർട്ട് കിട്ടുന്നില്ല. ഫാദർ ഫിലിപ്പ് കബീൽ, കത്തോലിക്ക സഭയ്ക്കുള്ള നിലപാട് ഇന്ന് KCBC ഔദ്യോഗികമായ പത്രക്കുറിപ്പിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. KCBC അതുപോലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉടനെ ഞങ്ങൾ ചാടി പുറപ്പെട്ടൊന്നും അഭിപ്രായമൊന്നും പറയല്ല. ഞങ്ങൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് നിരീക്ഷിച്ച് ആലോചിച്ച് സുചിന്തിതമായ തീരുമാനം എടുക്കുകയുള്ളൂ. ഈ അവിടെ ഇവിടെ ഇരുന്ന് ഓരോരുത്തർ പറയുന്ന പോലെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളുടെ സഭയ്ക്ക് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പറയുകയല്ലേ എന്ന്. പിന്നെ ഈ സിനിമ കാണണ്ടെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അവകാശമുള്ളത്? കാണണമെന്നോ കാണണ്ടെന്നോ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് തീരുമാനിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെ പൗരന്മാർക്കുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബി ജയരാജ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ സിനിമ കാണണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഈ സംഘപരിവാറിന്റെ ആളുകൾ വന്ന് ഹൂളിഗനിസം കാണിച്ചിട്ടുണ്ട്. രാം കെ നാം എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി കാണിക്കാൻ പാടില്ല. BBC-യുടെ ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി കാണിക്കാൻ പാടില്ല. BBC-യുടെ അത് രണ്ട് വിദേശ ഡോക്യുമെന്ററി ആണെന്ന് പറയാം. സ്വദേശത്തിലാണല്ലോ ആനന്ദ് വർദ്ധന്റെ ഡോക്യുമെന്ററി ഇറങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് അത്തരം ഡോക്യുമെന്ററികളെ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ കാണാനായിട്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നതിനിടയിൽ ABVP-കാർ വന്ന് ഹൂളിഗനിസം കാണിക്കുന്നു? അത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഇടയിൽ. അത്തരത്തിലുള്ള പ്രവൃത്തിയൊന്നും കേരളത്തിൽ ആരും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാമെന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ജീവിക്കുന്ന ഒരു മതേതര രാജ്യത്താണ്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷെ ഇത് നല്ലതാണോ ചീത്തതാണെന്ന് പറയാൻ എനിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് തള്ളാനും കൊള്ളാനുള്ള. ശരി ഡോക്ടർ ബി ജയരാജ്, ശ്രീജിത്ത് പണിക്കർ, ഈ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ക്രൈസ്തവ സഭകൾ BJP-യിലേക്ക് അടുക്കുന്നു എന്നുള്ള ചർച്ചകൾ. അപ്പോൾ പറഞ്ഞോളൂ ഫാദർ, പറഞ്ഞോളൂ. ക്രൈസ്തവ സഭകളെ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ CPM അനുഭാവി ക്രൈസ്തവ സംഘടനകളെ ഈ ഇവിടെ കൊണ്ട് കെട്ടുന്നത്, നമ്മുടെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്? ഞങ്ങളാരും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ പോകുന്നില്ല. ആരോടും പ്രത്യേക താല്പര്യവും ഞങ്ങൾക്കില്ല.
ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇത്ര ശരി, അതേക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഞാൻ ആ ചോദ്യത്തിലേക്കായിരുന്നു വന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ക്രൈസ്തവ സഭകൾ സംഘപരിവാറുമായിട്ട് അടുക്കുന്നു, BJPയുമായിട്ട് അടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശ്രീജിത്ത് പണിക്കർ, അതിലും ഒരു കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ കേരള സ്റ്റോറിയെ സഭ അനുകൂലിക്കുമ്പോൾ ആ ഒരു ചർച്ച അത് വീണ്ടും ഉയർന്നു വരും, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അല്ല, ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു മത സാമുദായിക സംഘടന ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് തങ്ങൾ എന്ന രീതിയിലത്തേക്ക് ആരും കാണേണ്ട എന്ന് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇവരെല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം അധികാരത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് തങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു സമുദായമാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും ശ്രമിക്കും. അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ശ്രീ പിണറായി വിജയൻ ആയിക്കോട്ടെ, ശ്രീ നരേന്ദ്രമോദി ആയിക്കോട്ടെ, എല്ലാവരും വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കന്മാരെയെല്ലാം പലപ്പോഴും പല അവസരങ്ങളിലും ക്ഷണിക്കുന്നതും കൂടിക്കാഴ്ച നടത്തുന്നതും പല കാര്യങ്ങളിലും അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അവരാരുടെയെങ്കിലും എല്ലാ കാലവും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടർച്ചയായിട്ട് വോട്ട് നൽകിക്കൊണ്ട് അവരുടെ അടിമകളായിട്ട് കിടക്കാം എന്ന രീതിയിൽ ആരെങ്കിലും അങ്ങനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, സാധാരണഗതിയിൽ ദൂരദർശനിൽ ഒരു സിനിമ വരികയാണെങ്കിലോ ദൂരദർശനിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അധികം ആരും തന്നെ അത് കാണാറില്ല എന്നുള്ളത് അവരുടെ റേറ്റിംഗ് കൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പോലും അങ്ങനെ വലിയ രീതിയിലത്തേക്കൊരു പ്രൊപ്പഗണ്ട അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് ആരാണ്? ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. സാധാരണഗതിയിൽ വന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഒരുപക്ഷെ കണ്ടിട്ട് പോകുമായിരുന്ന ഒരു സിനിമ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ട നടത്തി എല്ലാവരും കാണുകയും അത് പിന്നീട് പല രൂപതകളും ഒക്കെ തന്നെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്ക് അത് വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇവിടെ ആര് പ്രവർത്തിച്ചത് കൊണ്ടാണ്? UDFും LDFും പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതിൻ്റെ ലാഭം അവർക്കാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പൂർണ്ണമായിട്ടും ഡിനൈ ചെയ്യുകയാണ്. നിങ്ങൾ എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നോക്കൂ, തീവ്രവാദത്തിന് മതമില്ല. മുഖ്യമന്ത്രിയാണെങ്കിലും പറയുന്നത് അതൊക്കെ തന്നെയാണ്, തീവ്രവാദത്തിന് മതമില്ല. പക്ഷേ എനിക്കറിയാവുന്ന തീവ്രവാദികൾക്കെല്ലാം മതമുണ്ട്, തീവ്രവാദത്തിന് മതമില്ലായിരിക്കാം. അതിൻ്റെ പേരിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്, വളരെ മൈനോറിറ്റി ആയിട്ടുള്ള തീവ്രവാദികൾ. അവരെയാണ് എതിർക്കുന്നത്. അപ്പോൾ അവരെ എതിർക്കുന്ന രീതിയിലത്തേക്കുള്ള ഇസ്ലാമിക ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു സിനിമ വരുന്ന സമയത്ത് ഇത് ആഗോള മുസ്ലിങ്ങളെ മൊത്തത്തിൽ ആക്രമിക്കുന്നേ, ഇത് ഇരവാദമാണ്, ഇത് മൈനോറിറ്റിയെ വിക്ടിമൈസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആ രീതിയിലത്തേക്ക് വരുന്നത്? അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഈ സിനിമയിൽ തന്നെ, കേരള സ്റ്റോറി എന്ന സിനിമയിൽ തന്നെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായം പറയുന്ന എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതിൽ മുസ്ലിം മതവിഭാഗത്തിലുള്ള ആ കോളേജിൻ്റെ ഒരു, എനിക്ക് തോന്നുന്ന പ്രിൻസിപ്പലോ മറ്റോ ആണ്, അവർ സംസാരിക്കുന്ന അവരുടെ ഒരു പ്രസംഗം അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ എവിടെയെങ്കിലും വിദ്വേഷമുണ്ടോ? ഞങ്ങളെല്ലാം ഭാരതീയരാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ദേശീയ ബോധത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് അവരെ കാണിക്കുന്നത്. തെറ്റായിട്ടുള്ള മതപരിവർത്തനം നടത്തിയിട്ട് അതുവഴി തീവ്രവാദത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആൾക്കാരെ കാണിക്കുന്ന സമയത്തു മാത്രമാണ് ഇത് വരുന്നത്. IS ബന്ധപ്പെട്ടതാണ്, ഇസ്ലാമിക തീവ്രവാദമാണ്. അത് നടക്കുന്ന സമയത്ത് ഇസ്ലാമിലെ അവർ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കാണിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് എന്തർത്ഥത്തിലാണ്? അപ്പോൾ ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എന്ത് ടെക്സ്റ്റിൻ്റെ പേരിലാണോ പറയുന്നത്, എന്ത് ആശയത്തിൻ്റെ പേരിലാണോ പറയുന്നത്, ആ ആശയത്തെ തുറന്നു കാട്ടിയാൽ അത് ഭൂരിപക്ഷ സമുദായത്തിനെയോ ന്യൂനപക്ഷ സമുദായത്തിനെയോ ഇകഴ്ത്തുന്നതിന് തുല്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട്, ഇതിലെ പ്രൊപ്പഗണ്ട എന്താണെന്നറിയോ? ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ ജയരാജ് പറഞ്ഞതാണ് ഇതിലെ ശരിയായ പ്രൊപ്പഗണ്ട. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഒരു മനുഷ്യൻ കണ്ട സിനിമയല്ല, ഇതൊരു പരാജയമായിരുന്ന സിനിമയായിരുന്നു. 2023 കഴിഞ്ഞ വർഷമാണ് ഈ പടം റിലീസായത്. കഴിഞ്ഞ വർഷത്തെ ടോപ്പ് 10 ഹിന്ദി ഫിലിംസിൽ ഒന്നാണിത്. ഏതാണ്? പണത്തിൻ്റെ, അതായത് ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ 300 കോടിയിലധികം രൂപ വാങ്ങി കഴിഞ്ഞ തവണ ഏതാണ്ട് 8-മോ 9-മോ 2023 ബോളിവുഡ് സിനിമകളുടെ ചാർട്ടിൽ, ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ്. അതിലുള്ള ടോപ്പ് 10 ഫിലിമുകളിൽ സൂപ്പർ സ്റ്റാറുകളില്ലാത്ത ഒരേ ഒരു സിനിമയും ഇതാണ്. ബാക്കി ഡങ്കി അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗദർ 2 പോലെയുള്ള സിനിമകൾ, ജവാൻ പോലെയുള്ള സിനിമകൾ, പഠാൻ പോലെയുള്ള സിനിമകളൊക്കെ തന്നെയാണ് അതിൽ വന്നത്. ആദിപുരുഷ തുടങ്ങിയ സിനിമകൾ. അതിൽ ഇടം പിടിച്ചിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്ത സിനിമയാണ്. 300 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 കോടി രൂപയാണ്. 20 കോടി രൂപ മുതൽ മുടക്കിയതിനു ശേഷം വലിയ വിജയം നേടിയ സിനിമ തന്നെയാണ്. ശരി ശ്രീ ശ്രീ അവസാനമായി ഫാദർ ഫിലിപ്പ് കബീൽ, ഒരു കാര്യം കൂടി, ഈ ബഹളമൊക്കെ കണ്ടതോടുകൂടി സഭയ്ക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ട, ഇനി കുട്ടികൾക്ക് മുന്നിൽ കാണിക്കേണ്ട എന്നൊരു നിലപാട് വന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് കാരണം തലശ്ശേരി രൂപതയിൽ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്ന് പിന്മാറി എന്നാണ് അറിവ്. അത് ശരിയാണോ? അതോ ഈ KCYM യൂത്ത് മൂവ്മെൻറ്റ് അവരിത് ഏറ്റെടുത്തുകൊണ്ട് ഇനിയും പ്രദർശനം തുടരുമെന്നാണോ? സ്വാഭാവികമായിട്ടും LDFിൽ നിന്നും UDFിൽ നിന്നും വലിയ വിമർശനം ഉണ്ടാകും, വരും ദിവസങ്ങളിലും ഉണ്ടാകും. അത് കണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സഭ പോയിട്ടുണ്ടോ ഇല്ലയോ?
ഇല്ല, ഇതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് സഭയ്ക്ക് വ്യക്തമായ നിലപാടാണുള്ളത്. ഈ സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം. ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയം, അതായത് ഈ ചതിക്കുഴിയിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് സഭയുടെ ലക്ഷ്യമല്ല. പക്ഷേ ആ സിനിമ അവതരിപ്പിക്കുന്ന പ്രമേയം ശക്തമായിട്ട് ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. ഇനി തലശ്ശേരി അതിരൂപത, എൻ്റെ അതിരൂപതയാണ്. ഈ അതിരൂപതയിൽ തന്നെ കഴിഞ്ഞ വർഷം 17ഓളം സമാനമായ കേസുകളെക്കുറിച്ച് എനിക്കറിയാം. അതായത് ഇതൊരു പ്രധാന വിഷയം തന്നെയാണ്. അത് നമ്മൾ തമസ്കരിച്ചിട്ട് കാര്യമില്ല. ആ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. ഇനി ഇത് കാണിക്കോ കാണിക്കാതിരിക്കോ അതിന് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഈ രാജ്യത്ത് ഇത് നിരോധിക്കാത്തിടത്തോളം കാലം ആർക്ക് വേണേലും അത് എവിടെ വേണേലും പ്രദർശിപ്പിക്കാം എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമല്ലേ? അത് കാണണോ കാണണ്ടയോ എന്ന് ഓരോ വ്യക്തികൾക്കും തീരുമാനിക്കാം. സഭ അതിൽ നിരോധിക്കുകയോ അല്ലെങ്കിൽ കാണാൻ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, നന്ദി ഫാദർ ഫിലിപ്പ് കവീൽ, ഡോക്ടർ ബി ജയരാജ്, ശ്രീ പണിക്കർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന സഭയുടെ നിലപാട് ശരിയോ? ശരിയാണെന്ന് 70% പ്രേക്ഷകർ, അല്ലെന്ന് 27%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.